അപ്പോൾ ഇവിടെ കേരളത്തിന്റെ ഹമാസ് ഘടകം വലിയ ദേശീയ ദുരന്തമാണോ, ലോക ദുരന്തമായി മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളെ ഇത് ഓർമ്മിപ്പിക്കാൻ പറ്റില്ല. വയനാടിന്റെ എല്ലാ വേദനകളിലും പങ്കുചേരുന്നതോടൊപ്പം തന്നെ ഈ ദുരന്തങ്ങളുടെ മുഖമൂടിയെ വലിച്ചു കീറേണ്ടത് എന്റെ ബാധ്യതയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. 4000 കിലോമീറ്ററുകൾക്കപ്പുറം ഒരു ഹമാസ് ഭീകരനായ തീവ്രവാദി മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുന്ന രക്തരക്ഷസിന്റെ തല ഇസ്രായേൽ എടുത്തപ്പോൾ കേരളത്തിന്റെ ഹമാസ് ഘടകത്തിന് ഇത്രമാത്രം കുരുക്കൾ പൊട്ടാനും കണ്ണുനീര് വടിഞ്ഞൊഴുകാനും എന്തിരിക്കുന്നു എന്ന ചോദ്യം ഇവിടെ ഓരോ ഇന്ത്യക്കാരനും ചോദിക്കേണ്ടതാണ്. ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഹമാസ് പ്രേമം ഇവരെ പലസ്തീനിലേക്കല്ലേ അയക്കേണ്ടത്, അല്ലേ? ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് പോലും വിരുദ്ധമായി ഈ തീവ്രവാദികളോട് ഈ രൂപത്തിൽ ഒരു സമീപനം സ്വീകരിക്കാൻ ഈ രാജ്യത്തിന്റെ ജനാധിപത്യമാണ് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയത്. എന്നിട്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അനുഭവിച്ചിട്ട് ഇവിടത്തെ മതേതരത്വത്തിന്റെ മാധുര്യം ആവോളം അനുഭവിച്ചിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ഇവർക്ക് ധൈര്യം വന്നത് എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. വയനാടിൽ നിന്നുള്ള ഉള്ളുലയുന്ന കാഴ്ചകൾക്ക് സാക്ഷിയാകുകയാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ മനുഷ്യന്റെയും ശരീരഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. പലരുടെയും കൈയാണോ, കാലാണോ, ഉടലാണോ, തലയാണോ, ഇതൊരാളുടേത് തന്നെയാണോ കിട്ടിയത് എന്നറിയാതെ ഇതിനേക്കാൾ ഭീകരമായ ഒരുപാട് സംഭവങ്ങൾക്ക്, ഒരുപാട് അനുഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള സൈന്യങ്ങൾ പോലും ഇതൊക്കെ കണ്ട് വാവിട്ട് നിലവിളിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ വയനാടിന്റെ മണ്ണിൽ ഒരു ജാഥ അരങ്ങേറുവാണ്. ഒക്ടോബർ 7-ാം തീയതി 2023 ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1400 നിരായുധരായ, നിസ്സഹായരായ, നിരപരാധികളായ ആളുകളുടെ തല കൊയ്തപ്പോൾ, 257 പേരെ പിടിച്ചു ബന്ധികളാക്കിയപ്പോൾ, സ്ത്രീകളെ ബലാത്കാരം ചെയ്യുകയും കുഞ്ഞുങ്ങളെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുക്കുകയും ചെയ്ത ആ ഒരു നീചകൃത്യത്തിന് നേതൃത്വം വഹിച്ച ഇസ്മായിൽ ഹനിയ എന്ന് പറഞ്ഞ ഭീകരന്റെ തല തെറിക്കുമ്പോൾ കേരളത്തിന്റെ ഹമാസിന് ഉറക്കമില്ല. വയനാട് ഒലിച്ചുപോയ മനുഷ്യ ജന്മങ്ങളെ തൽക്കാലം ഹമാസ് ഭീകരർ, കേരള ഘടകം ഹമാസ് ഭീകരർ മറക്കുന്നു. അവർ ഇസ്മായിൽ ഹനിയയുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. നോക്കിക്കോ, എത്ര ധൈര്യമുണ്ടെന്ന് നോക്കണം. രാജ്യത്തിന്റെ താല്പര്യം പോലും കണക്കിലെടുക്കാതെ ഈ രൂപത്തിൽ ഒരു ഫ്ലക്സും പിടിച്ച് ഇവർക്ക് നടക്കാൻ. വയനാട് ദുരന്തത്തിലെ കേരളം കണ്ണീരിലാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുറെ ആളുകൾ ഇതിന് നേതൃത്വം വഹിക്കുന്നത് എന്ന് ഓർക്കണം. ഒരുപാട് പേര് ഫാൻസ് വന്നിട്ടുണ്ട്. എടാ, നല്ല തന്തയ്ക്ക് ജനിച്ച് നല്ല തള്ള ജന്മം നൽകി ഈ രാജ്യത്തിന്റെ ഊടും പാവും ഉറപ്പു നൽകി ആ രൂപത്തിൽ രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിച്ച് നമുക്ക് അങ്ങനെ ഒരു ബാല്യം, അങ്ങനെ ഒരു ശൈശവം, അങ്ങനെ ഒരു വളർച്ച കിട്ടിയാൽ മാത്രമേ ഈ രാജ്യത്തിന്റെ പ്രൗഢി എന്താണ് എന്നും ഈ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യവും എന്താണെന്നും നമുക്ക് മനസ്സിലാകൂ. അതല്ലാതെ ജനിച്ചു വീഴുമ്പോൾ തന്നെ പാകിസ്ഥാനിന്റെ സ്നേഹമാണ് നമ്മുടെ നാവിലേക്ക് ഇറ്റിച്ച് തന്നതെങ്കിൽ
നിന്നെയൊക്കെ പോലെയുള്ള തെണ്ടി ജന്മങ്ങൾ, അലവലാതി ജന്മങ്ങൾ, രാജ്യദ്രോഹികളായ ആളുകൾ എന്നെ ചീത്ത പറയാനേ നിനക്കൊക്കെ പറ്റൂ. അതുകൊണ്ട് തബ്ഷീറിനെ പോലെയുള്ള നല്ല തന്തയ്ക്ക് ജനിക്കാത്ത തെണ്ടികൾ പോകേണ്ടത് പാകിസ്ഥാനിലേക്കാണടാ. ഞാൻ ഈ രാജ്യത്തിന്റെ സന്തതിയാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ, എന്റെ ജീവന്റെ അവസാന തുടിപ്പും ഞാൻ എന്റെ രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ തീരൂ. കാരണം എന്താണെന്നറിയാമോ? ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച പട്ടാളക്കാരന്റെ മകളാണ് ഞാൻ. രാജ്യസ്നേഹം എത്രയ്ക്കുണ്ട് എന്ന് വളരെ കൃത്യമായി വാപ്പച്ചി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വാപ്പച്ചിയുടെ മക്കളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഒരിക്കലും പാകിസ്ഥാനോട് പ്രേമമുണ്ടാകില്ല. പാകിസ്ഥാൻ നാളെ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ, ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ ഒരു അവസരം കിട്ടിയാൽ മുമ്പിൽ നിന്ന് പാകിസ്ഥാനോട് പൊരുതാൻ ഞങ്ങൾ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഈ രാജ്യത്തിന്റെ ഓരോ പൗരനും. അല്ലാതെ നിന്നെയൊക്കെ പോലെ ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത ജന്മങ്ങളല്ല. നിനക്കൊക്കെ എന്നാ പിന്നെ ഗാസയിലേക്ക് പൊയ്ക്കൂടേടാ. ഇസ്രായേലിന് കുറച്ചും കൂടി എളുപ്പമാകുമല്ലോ നിന്റെയൊക്കെ തലകൾ അങ്ങ് കൊയ്തെടുക്കാൻ. നിന്റെയൊക്കെ തലകൾ അവിടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം രാജ്യസ്നേഹമില്ലാത്ത ഇത്തരം മതതീവ്രവാദികളെ ഈ രാജ്യം പേറേണ്ടുന്ന കാര്യം എന്താണ്? അതുകൊണ്ട് അതല്ലേ ഈ തബ്ഷീറിനെ പോലെയുള്ള ആളുകളെ നിങ്ങൾ കമന്റ്സിൽ, ചാറ്റ് ബോക്സിൽ വരുന്ന ആളുകൾ പ്രതിരോധിച്ചാൽ ഞാൻ എന്റെ വിഷയവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇവനൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. മാർസേ പോടാ ഗാസയിലേക്ക്. ഞാൻ ഈ രാജ്യത്തിന്റെ സന്തതിയാ. എന്റെ രാജ്യം ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ജയ് ഹിന്ദ് എന്ന് മനസ്സിൽ തട്ടി പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാ എന്റെ രാജ്യം ജയിക്കണമെന്ന്. കാരണം എന്റെ രാജ്യമുണ്ടെങ്കിലേ ഈ രാജ്യത്തൊരു രാഷ്ട്രീയം ഉണ്ടാകൂ. ആദ്യം രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകണം എന്ന ആശയം ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് ഞാൻ. അതല്ലെങ്കിൽ ഒരു നാട് മുഴുവനും ദുരന്ത ഭൂമിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ പറ്റും? ഹമാസിന്റെ നേതാവ് ചത്തുപോയി, അവന്റെ തലയിൽ ഇസ്രായേൽ ഓട്ടയിട്ടു. അതുകൊണ്ട് അവൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആ ചോരയ്ക്ക് സമാധാനം ചോദിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ കുറച്ച് അപ്പിക്കുപ്പായക്കാരും കുറച്ച് മുറിയന്മാരും. എടി ഷഹീറ, പോയി കിടക്കടി. നീയൊക്കെ നിനക്കൊക്കെ കൃഷിയിടമാകാനേ പറ്റൂ. പോയി കിടക്കടേ. നല്ല മഴയുണ്ടല്ലോ, കൃഷി ചെയ്യാൻ ഇപ്പൊ കലപ്പയുമായി നിന്റെ മറ്റവന്മാര് വരും. ചെല്ലേ ഷാഹിറ, നിനക്കില്ലേടി അത്? നീ അതുകൊണ്ട് ജീവിക്കുന്ന ആളാണോ? എടി, നിനക്കുള്ളത് തന്നെ എനിക്കുള്ളൂ, എനിക്കുള്ളത് തന്നെ നിനക്കുള്ളൂ. നീ അതുമായിട്ടാണ്, അത് വിറ്റാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെയാണോ? ഹെയ്സ, നായ്ക്കുട്ടി, നിന്റെ തന്ത നിന്റെ കണ്ടാൽ അറിയാമല്ലോ നീ ഒരു നമ്പർ 1 പേ പിടിച്ച നായുടെ മോനാണെന്ന്, അല്ലെങ്കിൽ മോളാണെന്ന്. ഒന്ന് പോടിയെവിടുന്ന്. എന്റെ രാജ്യത്തെ സംബന്ധിച്ച വലിയ ഒരു വിഷയം എന്റെ രാജ്യത്ത് നടക്കുമ്പോ 4000 കിലോമീറ്ററുകൾക്കപ്പുറം ഹമാസ് നേതാവിന്റെ തല തെറിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടെ അനുശോചനം രേഖപ്പെടുത്തുന്ന കുറെ മലരുകളെ എന്തുണ്ടായിട്ടും കാര്യമില്ല. കേസ് വന്നാ വരട്ടെ, ഇവർക്കൊക്കെ എതിരെ പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് ഇവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. ഒരാൾക്കെങ്കിലും ബുദ്ധി വരുന്നെങ്കിൽ വന്നോട്ടെ. എടാ മാർസേ, ഈ ഒരു കാര്യം ചെയ്, ഇസ്മായിൽ ഹനിയയുടെ ശവമഞ്ചത്തിന് പോയി കാവൽ നിൽക്ക്. ചെല്ല, നിനക്കൊക്കെ അതാ നല്ലത്. ഇതുപോലെയുള്ള മലരന്മാരെ വഹിക്കേണ്ടി വരുന്ന ദൗർഭാഗ്യമാണ് ഈ രാജ്യത്തിനുള്ളത്. മുമ്പൊരിക്കല് നമ്മുടെ പുലിയാർ കാസിമി പറഞ്ഞിരുന്നു, കേരളം ഏതാണ്ട് മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റ് ആയിട്ടുണ്ട്. 26% മുസ്ലിങ്ങളുണ്ട് മക്കളെ നമ്മൾ ഈ കേരളക്കരയിൽ. നമുക്ക് ഒരു 1921 കൂടി അങ്ങ് ആരംഭിച്ചാലോ എന്ന് എങ്ങനെയുണ്ട്? അതുകൊണ്ടാണ് നിർമ്മല കോളേജിൽ നമസ്കരിക്കണം എന്ന് പറഞ്ഞ് പ്രതിഷേധമുയർത്തിയ കുട്ടികളുടെ നാവിൽ നിന്നും ഞങ്ങൾ ഇപ്പോൾ മെജോറിറ്റി ആയില്ലേ എന്ന ചോദ്യം ഉയർന്നത്, എന്ന മുദ്രാവാക്യം ഉയർന്നത്, എന്ന പ്രതിഷേധ ധ്വനി ഉയർന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് നല്ല രൂപത്തിൽ ട്യൂഷൻ ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ആളുകളെയൊക്കെ പിടിച്ച് അകത്തിടണം. 22% ഈഴവരുള്ളെന്ന് അദ്ദേഹം പറയാ പുലിയാര്. 12% നായർ വിഭാഗം ഉള്ളു കേട്ടോ.
അവരൊക്കെ വിവാഹം പോലും പരസ്പരം ആലോചിക്കാതെ രണ്ട് മതം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടേ ക്രിസ്ത്യാനികൾ 19% ഉള്ളൂ മക്കളെ. കേരളത്തിന്റെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ അന്ന് ചൂടൻ ചർച്ചകളായിരുന്നു 2 ദിവസം. അത് കഴിഞ്ഞപ്പോ അതിന്റെ പാട്ടിന് പോയി. മനസ്സിലായ? ഇവര് ഈ കേരളത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് എന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവർ ഈ കേരളത്തിൽ നമ്മൾ ഭൂരിപക്ഷമായി എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഈഴവരുടെയും നായരുടെയും നമ്പൂതിരിയുടെയും മതം മാത്രം എടുത്തു പറയാൻ കാരണം എന്താണ്? ഷിയ, സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, ഒരുപാട് സംഘടനകളുണ്ട്. ഇവരെല്ലാം ഒന്നായിട്ടാണ് എണ്ണപ്പെടുന്നത്. മനസ്സിലായ? മക്കളുള്ളവര് സൂക്ഷിച്ചാ നല്ലത്. ഇവര് ഭൂരിപക്ഷമായ സ്ഥിതിക്ക് ഇവർക്ക് ലഭിച്ച ന്യൂനപക്ഷ പദവികളൊക്കെ ഇവര് വേണ്ടെന്ന് വെക്കുമോ? ന്യൂനപക്ഷ ആനുകൂല്യങ്ങളൊക്കെ ഇവര് വലിച്ചെറിയുമോ? കേരളത്തിൽ ഇന്ന് മനുഷ്യരില്ല. കേരളത്തിലുള്ളത് ഇതുപോലെയുള്ള ഭീകരന്മാരായ മതജീവികൾ മാത്രമാണ്. മനസ്സിലായ? അന്തസ്സുള്ള മുസ്ലിങ്ങളാണുള്ളതെങ്കിൽ, അവര് ഭൂരിപക്ഷമായി എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഇനി മുതൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കണം. ഇതുവരെ ഹിന്ദു സമൂഹം ഭൂരിപക്ഷമാണെന്ന് ഒരു ഭാഗത്ത് നിന്നും ശബ്ദം ഉയർന്നിട്ടില്ല. 22% മുസ്ലിങ്ങളായപ്പോഴേക്ക് നമ്മൾ ഭൂരിപക്ഷമായിട്ടുണ്ട് കേട്ടോ. ഇവരുടെ മനസ്സിലിരിപ്പ് എന്താ? ഇവരേതാശയമാണ് ഈ ജനങ്ങളിലേക്ക് നിറയ്ക്കാൻ ശ്രമിക്കുന്നത്? മനസ്സിലായോ? ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് സർക്കാരിൽ നിന്ന് ഇവർ അർഹിക്കാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ വാരിക്കൂട്ടി സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന നികുതി പണത്തിൽ നിന്നും അടിച്ചു മാറ്റി സർക്കാരിന് കഴിവില്ലാത്തത് കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്. എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒരു കാക്ക പോലും ഇവരെ കൊത്തില്ല. കാരണം കാക്കമാർ ഭൂരിപക്ഷമായാൽ കേരളത്തിൽ നിന്നും ഓടേണ്ടി വരുന്നത് നമ്മളാ. മനസ്സിലായ? ഹിന്ദു നാമധാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ അവർക്ക് അവരുടെ രാജ്യമാണ് പ്രധാനം. ഈഴവനെയും നായരെയും ഒക്കെ ഹിന്ദുവായിട്ട് പരിഗണിച്ചാല് 34% അവരാകും. പക്ഷെ ഒരാളും അതൊന്നും പറയാൻ താല്പര്യമില്ല അവർക്ക്. മുസ്ലിം ഭൂരിപക്ഷമാകുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത് നമ്മൾ കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. എന്നാലും കൂടിയാൽ കുറച്ചുകൂടി നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. പ്രതിഷേധങ്ങളും യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ഇത് തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ട് സമ്മേളനത്തിൽ അസ്ത്രം ഗഫൂറും പറഞ്ഞത് അല്ലേ? നമ്മൾ ഏതാണ്ട് ഭൂരിപക്ഷമായിട്ടുണ്ട്, നമുക്ക് എതിരാളികളില്ല. എല്ലാവരും പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയ്ക്കൊപ്പം നിന്നാൽ അധികാരം ഞമ്മക്ക്. എങ്ങനെയുണ്ട്? ഇതാണ് ഇവരുടെ ആശയം. മുസ്ലിം രാജ്യം വേണ്ട ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണം. ഹിന്ദു രാഷ്ട്രം വേണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അവരോട് നമ്മൾ ഇത് തന്നെ പറയും. കേരളം ഭൂരിപക്ഷമായി നാളെ നമുക്ക് ഇന്ത്യയും പിടിക്കണം. മുസ്ലിങ്ങള് ഇന്ത്യയിൽ ന്യൂനപക്ഷം അല്ലേ? ഇന്ത്യ എടുത്താ മതി. ഇവര് എന്താണ് ഇവർ ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ ഹാജിയാർ എന്ന് പറയുന്ന പുലിയാര് എന്താണ് ഈ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം? മുസ്ലിം സമുദായത്തെ കലാപാഹ്വാനം കൊടുത്ത് നമ്മൾ ഭൂരിപക്ഷമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് തള്ളിവിട്ടതിന്റെ റിസൾട്ട് അല്ലേ നമ്മൾ നിർമ്മല കോളേജിൽ കണ്ടത്? അതല്ലേ നമ്മൾ പൂഞ്ഞാറ് ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കണ്ടത്? ഞങ്ങൾ ഭൂരിപക്ഷമായിട്ടുണ്ട്. അത് തന്നെയാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിലും നമ്മൾ കണ്ടത്. ഇവര് പല അജണ്ടകളും നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട് മുഴുവനും ഒരു വലിയ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് സാക്ഷിയാകുമ്പോൾ ഇവർക്ക് എന്താണ് ദുരന്തം? ഇവർക്ക് എന്താണ് കണ്ണീര്? ഹമാസാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഇവർക്ക് പലസ്തീൻ ജനതയോടുള്ള സ്നേഹമല്ല. നമ്മൾ അങ്ങനെ ധരിച്ചു പോകരുത് നമ്മുടെ നിഷ്കളങ്കത കൊണ്ട്. കാബൂളില് 70-ലധികം മുസ്ലിം പെൺകുട്ടികളെ, അതും സ്കൂൾ കുട്ടികളെ ഒറ്റ വെടിക്ക് സ്വർഗത്തിലേക്ക് അയച്ച സമയത്ത് എന്തേ കേരളത്തിന് കണ്ണീര് വർക്കാനില്ലാതിരുന്നത്?
ആ പെൺകുട്ടികളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയും ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ കണ്ണീരിലും വേദനയിലും എന്താ ഇവര് പങ്കുചേരാതിരുന്നത്? അവിടെ വോട്ട് ബാങ്കില്ല. കൊന്നത് താലിബാനികളാണ്, കൊല്ലപ്പെട്ടത് അഫ്ഗാനികളാണ്, 2 മുസ്ലിങ്ങളാണ്. അവിടെ നമുക്ക് കഴുകന്റെ ചോര കുടിക്കാൻ ആളില്ലല്ലോ. ഇവര് ഓരോ സന്ദർഭങ്ങളിലും ഏറ്റവും അവസാനത്തെ നിർമ്മല കോളേജ് അടക്കം നമ്മളെ ചിന്തിപ്പിക്കുവാണ്. മാനുഷിക പരിഗണനയുടെ ഭാഗമായി പല രാജ്യങ്ങളിലും കുടിയേറുന്ന അഭയാർത്ഥികളെ 2 കൈകൊണ്ടും സ്വീകരിച്ച യൂറോപ്പ് യൂണിയൻ ഇപ്പോ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണ്ടോ? ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധ സമയത്ത് ഹമാസ് തീവ്രവാദത്തെ അനുകൂലിച്ച ഹമാസ് ഫാൻസ് അസോസിയേഷൻ ലോകമെമ്പാടും നടത്തിയ, പ്രത്യേകിച്ച് യൂറോപ്പിൽ നടത്തിയ ശക്തി പ്രകടനം കൊണ്ട് തന്നെ അവര് മനസ്സിലാക്കുന്നു യൂറോപ്പിൽ പതിയിരിക്കുന്ന അപകടം എത്രമാത്രം വലുതാണെന്ന്. അതുകൊണ്ട് ഹമാസിന് വേണ്ടി വലിയ ഒരു ഫാൻസ് നമ്മുടെ ഉപ്പും ചോറും തിന്ന് നമ്മുടെ സംരക്ഷണവും നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വവും അനുഭവിച്ച് ഇവിടെ വളരുന്നുണ്ടെങ്കിൽ അവരെ മുളയിലെ നുള്ളണം എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അവിലും മലരും കുന്തിരിക്കവും ഒക്കെയായി വന്ന കുട്ടിക്കാലനും മുതുകാലന്മാരും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ ഉഡായിപ്പ് കാണിക്കാൻ ശ്രമിച്ചാൽ എല്ലാരെയും അവര് ചവിട്ടി അങ്ങ് പുറത്താക്കും. റോം കീഴടക്കണമെന്ന് ഇസ്ലാം പറഞ്ഞതാ, പ്രവാചകൻ പഠിപ്പിച്ചതാ. റോം കീഴടക്കുമെന്ന് മാത്രമല്ല, ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പ്രഖ്യാപിച്ച ഹമാസ് നേതാവിന്റെ തലയാണ് ഇസ്രായേൽ തെറിപ്പിച്ചത്. ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ വേഷവിധാനങ്ങളോടെ ഡമ്മി തോക്കുകൾ ഉൾപ്പെടെ പലസ്തീൻ പതാകയുമായി പട്ടാപ്പകൽ ചൂണ്ടുവിരൽ മാത്രം ഉയർത്തിയുള്ള ഐസിസിന്റെ മുദ്ര കാണിച്ചുകൊണ്ട് നടു റോഡിൽ സുഡാപ്പി കുഞ്ഞുങ്ങളുടെ പ്രകടനം നമ്മൾ കാണണം. ടിപ്പു സുൽത്താൻ ഫാൻസ് ആണിവർ. SDPI അനുകൂല ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. കായംകുളം MSM മിലാദി ഷെരീഫ് മെമ്മോറിയൽ എന്ന കോളേജിൽ നിന്നാണ്. സ്ഥിരീകരിക്കാത്ത ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. നമുക്കറിയില്ല, പലരും ഷെയർ ചെയ്യുമല്ലോ. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. പോലീസ് ഇതിനൊക്കെ എതിരെ നടപടി എടുക്കുമോ? ഇല്ല. ദുർഗാവാഹിനി എന്ന ഒരു ഹിന്ദു സംഘടനയുടെ റാലി, പെൺകുട്ടികള് മരത്തടിയിൽ ഉണ്ടാക്കിയ വാളുകൾ ഉപയോഗിച്ചതിന്റെ പേരിൽ പോലീസ് സ്വമേധയാ കേസെടുത്തു. വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് MP-മാരും മന്ത്രിമാരും ആവശ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഈ നാട്ടിൽ ഹമാസ് ഭീകരർക്ക് വേണ്ടി ഒരു റാലിയും ഹമാസ് ഭീകരന്റെ ചോരയ്ക്ക് വേണ്ടി പ്രതികാരദാഹത്തോടുകൂടി ഒരു വിഭാഗം ആളുകളും പ്രത്യക്ഷപ്പെടുന്നെങ്കിൽ തമാശയല്ല ഇത്. തമാശയല്ല ഇത്. നമ്മൾ ചിന്തിക്കണം. ISISന്റെ ഡ്രസ് കോഡ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നെങ്കിൽ യന്ത്രത്തോക്കുകളുടെ ഡമ്മികളുമായി പ്രകടനം നടക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഭീകരരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ കാലന്മാരാണവർ. നമ്മൾ ഈ രാജ്യത്തിന്റെ കാവൽക്കാരുമാണ്. ഇവരൊരിക്കലും പലസ്തീനിലെ സാധാരണ ജനങ്ങളുടെ കണ്ണീരിൽ പങ്കുചേരുന്നവരല്ല. ഗാസയിലെ സാധാരണക്കാരന്റെ കണ്ണീരും വേദനയുമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് ഇവർ പറയുമെങ്കിലും ഇവർക്ക് എപ്പോഴും പ്രണയം തീവ്രവാദികളോടാണ്. പലസ്തീൻ പലസ്തീൻ എന്നിവർ പറയുമ്പോഴും ഇവരുടെ ചിന്ത മുഴുവനും ഹമാസ് ഹമാസ് എന്നാണ്. ഗാസ ഭരിക്കുന്നത് ഹമാസ് ആണ്. വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത് ഫത്ഹ എന്ന് പറയുന്ന PLO ടീമാണ്. ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ഗാസയിലു മാത്രമാണ്. അതിന് തുടക്കം കുറിച്ചതോ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1400 പേരെ കൊന്നതിന് ശേഷമാണ്. ഇസ്രായേൽ സ്വാഭാവികമായും മിണ്ടാതിരിക്കില്ല. ഇസ്രായേലിന് നേരെ ഇവര് നടത്തിയ ഭീകരാക്രമണത്തിന് ബദലായി ആ ഒക്ടോബർ കഴിഞ്ഞു. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസം 9ആയി
ഇതുവരെ പിന്നീട് ഹമാസ് ഭീകരർക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല. തല തെറിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം ജനതയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവരെ ഭരിക്കുന്ന സർക്കാരിനല്ലേ? അവര് ഭീകരവാദം വളർത്താൻ പോയാൽ എന്ത് ചെയ്യും? ഇസ്രായേലിനെ കയറി ചൊറിയാൻ പോയാൽ എന്ത് ചെയ്യും? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനോടുള്ള ജൂതവിരോധമാണ് ഇവർക്ക്. ഇസ്രായേലിനോടുള്ള ജൂതവിരോധം മാത്രമാണ് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ പറഞ്ഞത് പ്രകാരം, പ്രവാചകൻ പഠിപ്പിച്ചത് പ്രകാരം അവസാന ജൂതനെയും ഇല്ലാതാക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇസ്രായേലിനെ ഇല്ലാതാക്കിയേ മതിയാകൂ. പക്ഷേ ഇന്ന് ആരംഭിച്ച 9 മാസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം ആരുടെ പേരിലാണ്? ആര് കാരണമാണ്? ആരാണ് ഇതിന്റെ കാരണക്കാർ? ആരാണ് തുടക്കം കുറിച്ചത്? ഹമാസ് ആണ്. സ്വന്തം പൗരന്റെ ജീവൻ സംരക്ഷിക്കുക എന്നത് ഭരണകൂടത്തിന്റെ ചുമതലയല്ലേ? അത് വെസ്റ്റ് ബാങ്കിൽ ഏതാണ്ട് PLO നിറവേറ്റുന്നു എന്നറിയുന്നു. ഹമാസിന്റെ വ്യക്തിപരമായ അജണ്ടകൾ അവരുടെ ജനങ്ങളിലൂടെ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടു. ഹമാസ് നേതാക്കൾ ഈജിപ്തിലും ഖത്തറിലും ഇറാനിലും തുർക്കിയിലും ഒക്കെ പോയി സുഖവാസത്തിലായി. സാധാരണ ജനങ്ങളെ ഇസ്രായേൽ കൊന്നടുക്കി വെച്ചു. സ്ത്രീകളും കുട്ടികളും ഹമാസ് ഭീകരരുടെ പരിചകളാക്കപ്പെട്ടു. ഗാസയിൽ ഇനിയും സമാധാനം പുലരണമെങ്കിൽ ഹമാസ് പോണം. ഹമാസിന്റെ അവസാന നേതാവിനെയും നെതന്യാഹു ഇല്ലാതാക്കുമെന്ന് ചലഞ്ച് ചെയ്തതാണ്. അവിടെ ഒന്നുമല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഫത്താ പാർട്ടി എങ്കിലും വരണം. ഹമാസിനെ അംഗീകരിക്കാത്ത, യുദ്ധത്തെ അംഗീകരിക്കാത്ത, സമാധാന പ്രിയരായ ഒരു ജനവിഭാഗം പലസ്തീനികൾ ഇന്നും പലസ്തീനിലുണ്ട്. നമ്മുടെ നാട്ടിലെ ഹമാസ് ഫാൻസിന് മാത്രം അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവർ പലപ്പോഴും ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നത്. 3/4 വൺ അടുപ്പ് കൂട്ടി ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് വേണ്ടി വല്ലാതെ മുറവിളി കൂട്ടുന്നുണ്ടായിരുന്നു. ഇസ്രായേലിനെ അങ്ങ് സുന്നത്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. 7 കൊല്ലമായി സ്വന്തം നാട്ടിലേക്ക് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലാത്ത, സ്വന്തം ജനതയെ പരിചകളാക്കി മറ്റൊരു രാജ്യത്ത് പേടിപ്പിച്ച് ഒളിച്ചിരുന്നെങ്കിലും സംഗീതനിശ ആസ്വദിക്കുന്ന ഈ നേതാക്കളെ കുറിച്ച് എന്താ പറയേണ്ടത്? അവര് സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുക, കുടുംബവുമൊത്ത് കോടിക്കണക്കിന് പണം, വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ശീതീകരിച്ച റൂമുകളിൽ ഇരുന്ന് ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ലാഘവത്തോടെ സ്വന്തം ജനത പൊട്ടിത്തെറിക്കുന്നത് കണ്ടാസ്വദിക്കുവാണ് അവര്. നിരപരാധികളായ മനുഷ്യരും കുഞ്ഞുങ്ങളുമാണ് നമ്മൾ കാരണം മരിച്ചു വീഴുന്നത് എന്ന് ചിന്തിക്കാൻ മതം മാറ്റിവെച്ചു മാനുഷികമായി ചിന്തിക്കണം. പൂക്കളെയും പുഴുക്കളെയും പുഴകളെയും ചിത്രശലഭങ്ങളെയും സ്നേഹിച്ചിരുന്ന, വിസ്മയമായി മാറുന്ന ഹമാസ് തെറിപ്പിച്ച തലകൾക്കാര് സമാധാനം പറയും? ഇസ്രയേലിലെ അറുത്തെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ തലകൾക്കാര് സമാധാനം പറയും? ബലാത്കാരം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ജീവനാര് സമാധാനം പറയും? ഇസ്രായേൽ സൈന്യം പുഴുത്ത പട്ടിയെ പോലെ, പേ പിടിച്ച പട്ടിയെ പോലെ വെടിവെച്ചു കൊന്ന ഹമാസ് തീവ്രവാദിയായ, ഭീകരവാദിയായ, മനുഷ്യ രക്തമൂറ്റി കുടിക്കുന്ന രക്തരക്ഷസിനു വേണ്ടി ഈ ദുരന്ത കാലത്ത് പോലും കേരളത്തിൽ ഒരു പ്രകടനം നടത്തുന്നെങ്കിൽ ഇവരുടെ തലച്ചോറിൽ എന്താണ് എന്നൊന്ന് ഓർത്തിരുന്നാൽ മതി. ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്കത് ജനങ്ങൾക്കൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. ഇവർക്ക് ഹമാസ് പോരാളികളാകുന്നതും താലിബാൻ വിസ്മയമാകുന്നതും എന്തുകൊണ്ടാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. റൌഫേ, ഞാൻ മാത്രമല്ലടാ, നീയും വരുമടാ അള്ളാഹുവിന്റെ കോടതിയില്. അതെന്താ ഞാൻ മാത്രം വരുന്നത്? നിന്നെ എന്താ കോടതി ഇളവ് നൽകിയോ? നിനക്ക് മുൻകൂർ ജാമ്യം നൽകിയോ ജിബിരിയില്? പടച്ചോന്റെ കോടതിയിൽ വരുവടാ നീ ഒക്കെ. പിറന്ന രാജ്യത്തോട് കൂറില്ലാതെ നിന്റെയൊക്കെ സിരകളിലൂടെ ഓടുന്നത് ഉച്ചി മുതൽ ഉള്ളം കാല് വരെ മതമാണ്.
അതുകൊണ്ടാണ് നിനക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. നീയൊക്കെ പൊയ്ക്കോടാ പാകിസ്ഥാനിലേക്ക്. എന്തിനാടാ ഈ കാഫറുകളുടെ നാട്ടിൽ ഇങ്ങനെ ചടഞ്ഞു കൂടുന്നത്? എന്തിനാടാ ഇങ്ങനെ ഒത്തുപിടിച്ച് ഇങ്ങനെ അപ്പിപ്പിടിച്ചു പോകുന്നത്? പതറി ഡാ, എന്നെ പഠിച്ചോ വെറുതെ വിടില്ല. വേണ്ട, നിന്നെ വെറുതെ വിടുവോ? നിനക്കൊക്കെ ആദ്യം സ്വർഗം ഉറപ്പാക്കടാ. ആദ്യം നിനക്കൊക്കെ സ്വർഗം ഉറപ്പാക്കടാ. അത് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് കിട്ടാത്ത സ്വർഗത്തെ കുറിച്ച് നീയൊക്കെ എന്നെ തെറി വിളിക്കാൻ. എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ, ആണോ? എനിക്ക് കിട്ടാത്ത സ്വർഗത്തെ കുറിച്ച് നീയൊക്കെ വിലപിക്കേണ്ട കാര്യം എന്താടാ? നരകത്തിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോ ആദ്യം നിനക്കൊക്കെയുള്ള സ്വർഗം നീയൊക്കെ അങ്ങ് ഉറപ്പാക്ക്. പോട്ടെ, മമ്മദണ്ണന് സ്വർഗം ഉറപ്പുണ്ടോടാ? ഉണ്ടോ? ഇന്നല്ലാഹ മലായികതു യുസല്ലൂന അലൻ നബി യാ അയ്യുഹൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു പ്രാർത്ഥിച്ചു നബിക്ക് വേണ്ടി, മലക്കുകൾ പ്രാർത്ഥിച്ചു നബിക്ക് വേണ്ടി. അതുകൊണ്ട് വിശ്വാസികളായ ആളുകളെ നിങ്ങൾ നബിക്ക് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ. പടച്ചോനാരോടാ പ്രാർത്ഥിച്ചത്? വലിയ പടച്ചോനോടായിരിക്കും. മലക്കുകളും പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ പാപികളായ മുഴുവൻ മനുഷ്യരും നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആദ്യം മമ്മദിന് സ്വർഗം ഉറപ്പിക്കേ. അത് കഴിഞ്ഞിട്ട് മമ്മദ് ഗുണ്ടകളായ നിനക്കൊക്കെ സ്വർഗം ഉറപ്പിക്കേ. അത് കഴിഞ്ഞിട്ട് മതിയിടാ എന്റെ നരകത്തെ കുറിച്ച് നീയൊക്കെ വിലപിക്കാൻ. വയനാടുണ്ടായ ഈ ദുരന്തത്തിൽ കേരളം മാത്രമല്ല, ലോകത്തിന്റെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യരും വിറങ്ങലിച്ച് കണ്ണീരോടെ നിൽക്കുമ്പോൾ 4000 കിലോമീറ്ററിനകലെ പലസ്തീനിൽ ചത്തുപോയ ഇസ്രായേല് തെറിപ്പിച്ച തലയ്ക്കു വേണ്ടി നിനക്കൊക്കെ പറ്റുമല്ലോടാ പ്രകടനം നടത്താനല്ലേ? ഇസ്മായിൽ ഹനിയെ ആരാടാ? പുതിയൊരു നബിയോ ആണാ? ഈ കാലഘട്ടത്തിന്റെ മമ്മദാണോടാ ഇസ്മായിൽ ഹനിയ? ഇസ്രായേൽ അവന്റെ തല കൊണ്ടുപോയി. അതിനുവേണ്ടി പ്രതിഷേധം പ്രകടിപ്പിക്കുക. ഈ രാജ്യത്തോട് കൂറില്ലാത്ത, തിന്നുന്ന ചോറിന് നന്ദിയില്ലാത്ത ഒരു വിഭാഗം തീവ്രവാദികൾ. ഇവരും അവരും തമ്മിൽ എന്താ വ്യത്യാസം? മനുഷ്യത്വമില്ലാത്ത, രാജ്യസ്നേഹമില്ലാത്ത ഇമാതിരിയുള്ള ദേശദ്രോഹികളെ പാകിസ്ഥാനിലേക്കോ അതല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന ഗാസയുടെ മണ്ണിലേക്കോ കൊണ്ടുപോയി നിർത്തണമെന്ന് പറയുമ്പോൾ എന്താടാ നിനക്കൊക്കെ പ്രശ്നം? നിനക്കൊക്കെ എന്താടാ കുഴപ്പം? ഹമാസ് ഭീകരനായ ഇസ്മായിൽ ഹനിയയുടെ തല കുറച്ച് നേരത്തെ തെറിക്കേണ്ടതായിരുന്നു എന്നാ എന്റെ അഭിപ്രായം. കാരണം കൊച്ചു കുഞ്ഞുങ്ങളുടെ വരെ തലകൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അറുത്തെടുത്തപ്പോൾ കൈകൊട്ടി ചിരിച്ച ഈ നാറി ഇവന്റെ 5 വയസ്സുള്ള കുഞ്ഞിനെയും ചെറുകുട്ടിയെയും ഒക്കെ തിരുത്തി ഗണ്ണ് പിടിച്ച് കാഫിറുകളെ എങ്ങനെ കൊല്ലണം എന്ന് ട്രെയിനിങ് കൊടുക്കുന്ന വീഡിയോ ഉണ്ട് ആ സോഷ്യൽ മീഡിയയില്. ഞങ്ങളുടെ 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടമാടാ കയ്യിൽ വെച്ച് കൊടുക്കുന്നത്, ഗണ്ണല്ലടാ. അമുസ്ലിങ്ങളായ കാഫിറുകളുടെ ജീവൻ എടുക്കാനുള്ള ഉപദേശമല്ലടാ ഞങ്ങളൊക്കെ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക. നിനക്കൊക്കെ പറ്റും അങ്ങനെ കൊടുക്കാൻ? നിന്റെയൊക്കെ വീട്ടിലെ മക്കളുണ്ടെങ്കിൽ നിനക്കൊക്കെ പറ്റും മക്കളുടെ കയ്യിലേക്ക് ഗണ്ണ് വെച്ച് കൊടുത്തിട്ട് കാഫിറുകളെ എങ്ങനെ കൊല്ലണം എന്ന് പരിശീലനം കൊടുക്കാൻ നിനക്കൊക്കെ പറ്റും. ആടാ എന്റർടൈൻമെന്റ്. നിന്റെ തന്തയാണ് രാവിലെ 1 കോടി രൂപ കൊണ്ട് തന്നിട്ട് പോയത്. നിന്റെ തന്ത രാവിലെ കൊണ്ട് തന്നിട്ട് പോയി. പോണ വഴിക്ക് അയാൾ കമിഴ്ന്ന് വീണ് ചാവുകയും ചെയ്തു. ചത്തോ കയ്യും കാലും ഒടിഞ്ഞോ എന്നറിയില്ല. എന്തേ എടാ മുസ്തഫ, നിന്റെ ഉമ്മയാണോടാ അങ്ങനെ? ആണാ? തള്ളയെ വിളിപ്പിക്കലടാ തെണ്ടികളെ. നിനക്കൊക്കെ ജന്മം തന്നു എന്നുള്ള തെറ്റല്ലേ തള്ളമാര് ചെയ്തിട്ടുള്ളൂ. ഹമാസ് ഭീകരനെ കുറിച്ച് പറഞ്ഞപ്പോൾ പൊട്ടുന്ന കുരുക്കളാണിത്. നിങ്ങൾ കാണണം ഇത്. ഇപ്പോ ഈ ഹമാസ് ഭീകരനായ ഇസ്മായിൽ ഹനിയയെ കൊന്നതില് ഇറാന് ക്ഷോഭമടക്കാൻ പറ്റുന്നില്ല. ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കൊമേനി ഇതാ ഉത്തരവിട്ട് കഴിഞ്ഞു. അടുത്തത് ഇറാന്റെ ഒന്നൊന്നായിട്ടുള്ള നേതാവിനെ മൊസാദ് തലതെറിപ്പിച്ചു എന്നുള്ള വാർത്ത ഉടനെ തന്നെ നമുക്ക് കേൾക്കാം. ഇറാൻ ആഗോള തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇത്തരം തീവ്രവാദ സംഘടനകൾക്ക് ആയുധവും പണവും പിൻബലവും സൈനികരെയും ഒക്കെ നൽകി ഇവരെ ഇത്രയും തീവ്രവാദികളായി ഭീകരന്മാരായി വളർത്തിക്കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട തലവന്മാർ ഇറാനാണ്. തിന്മയുടെ പ്രതീകമായ ഇറാനെ തകർക്കാൻ ഒരുപക്ഷെ ഇസ്രായേലിനായിരിക്കും ദൗത്യമേറെയുള്ളത്. നന്മയുടെ പ്രതീകമായ ഇസ്രായേൽ തീർച്ചയായിട്ടും ഇറാൻ എന്ന ഭൂലോക തെണ്ടികളെ, ഈ ഇറാൻ എന്ന ഭൂലോക തെമ്മാടികളാകുന്ന ഭീകരരെ ഇല്ലാതാക്കും. കാരണം ഇസ്രായേലിന് ആ കരുത്തുണ്ട്. ഇസ്രായേലിന് നിലനിന്നേ പറ്റൂ. ആണവ ബോംബുകൾ ഇനിയും
ഇറാന്റെ ഭൂമിയെ ചുംബിക്കുന്ന സുന്ദരമായ വാർത്തകൾ ഉടനെ തന്നെ നമുക്ക് കേൾക്കാം. ഇറാൻ തകരാതിരിക്കാൻ കൊമേനിയുടെ ആഹ്വാനത്തിനെതിരായി പ്രക്ഷോഭത്തിനിറങ്ങാൻ തയ്യാറായി കഴിഞ്ഞു ഇറാനിലെ തന്നെ ഒരു വിഭാഗം ജനത. അമേരിക്ക ഉൾപ്പെടെ ലോക നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുന്ന എല്ലാ രാജ്യങ്ങളും ഇസ്രയേലിന് അകമഴിഞ്ഞ സായുധ പിന്തുണ അടക്കം നൽകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇസ്രയേലിന് നിലനിന്നേ പറ്റൂ. ഈ ഭീകരന്മാര് കാരണം അവർക്ക് നിലകൊള്ളണം. കേരളത്തിന്റെ വേദനയിൽ ഈ ലോകം മുഴുവനും നടുങ്ങി നിൽക്കുമ്പോൾ മരണം 280 കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും കയ്യോ കാലോ തലയോ ഉടലോ അങ്ങനെ മാത്രമേ പുഴയിൽ നിന്നും ഒഴുകി കിട്ടുന്നുള്ളൂ. നിരവധി ആളുകളെ ഇനിയും കാണാതായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ സർവ്വതും നഷ്ടപ്പെട്ട അഭയാർത്ഥികളായി ടെന്റുകളിലേക്ക് മാറിയപ്പോൾ ഒരുപാട് സഹായ ഹസ്തങ്ങൾ അവിടെ ലഭിക്കുമ്പോഴും തൻ്റെ ഉറ്റവരും ഉടയവരും കൺമുന്നിൽ നിന്നും മറയുന്നത് നോക്കി നിന്ന ആഘാതത്തിൽ നമ്മുടെ സഹജീവികൾ വേദനയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഹമാസ് ഭീകരനായ ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിനു വേണ്ടി പ്രതികാരദാഹവുമായി ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിയിരിക്കുന്നു. എല്ലാ പൊതുപരിപാടികളും മാറ്റിവെച്ച് സംസ്ഥാനം തന്നെ ശോകമൂകമായി നിൽക്കുമ്പോൾ ദേശീയ പതാക വരെ ഒന്ന് താഴ്ത്തിക്കെട്ടി ഇതൊരു ദേശീയ ദുരന്തമായി നമ്മൾ കാണുമ്പോൾ 4000 കിലോമീറ്ററിനകലെ ഹമാസ് ഭീകരന്റെ തല തെറിച്ചു, ഇസ്രായേൽ തെറിപ്പിച്ചു. അതിനുവേണ്ടി പ്രതിഷേധിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഒരു സംഘം കേരള ഹമാസ് ഫാൻസ്. ഈ വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചത് ഭയമല്ല ഇവിടെ ഉണ്ടാകേണ്ടത്, ലജ്ജയും ദേഷ്യമോ ഒന്നുമല്ല, നിസ്സഹായമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന വലിയ ഒരു സത്യമാണ് മനസ്സിലാക്കേണ്ടത്. കേരള ഹമാസ് എത്രമാത്രം ശക്തി ആർജിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരള ഹമാസ് എന്തിനും സജ്ജരായി നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം, ഈ രാജ്യം എത്രമാത്രം രാജ്യവിരുദ്ധരെ ഉൾക്കൊള്ളുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇസ്മായിൽ ഹനിയ ഇവന്റെ ഒക്കെ ആരാ? കൊച്ചാപ്പായോ, മൂത്താപ്പായോ, അതോ മാമായോ? മനസ്സിലാക്കണം നമ്മൾ. ഈ ഭീകരവാദികളും തീവ്രവാദികളും വർഗീയവാദികളുമായ ഇവർ നമുക്കിടയിൽ തന്നെ നമ്മളെ നോക്കി ഇടയ്ക്കിടയ്ക്ക് പല്ലിളിക്കുന്നുണ്ട്. നമ്മുടെ തോളിലിരുന്ന് നമ്മുടെ തന്നെ ചെവി കടിക്കുന്ന ഒരു രീതിയാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇവരെ ഈ നാട്ടിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഇടതനും വലതനും ചിന്തിക്കണം. പലപ്പോഴും ഇവര് നമ്മുടെ തോളിൽ ഇരുന്ന് കഴുത്ത് മുറുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളാണിവർ ഏത് സാഹചര്യത്തിലും. ഇപ്പൊ അത് നമുക്ക് മനസ്സിലാകില്ല. കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകും. ഈ വയനാടിന്റെ ദുരന്തം, മനുഷ്യരായിട്ടുള്ള മുഴുവൻ ആളുകളും ആ ദുരന്തത്തിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ നാട്ടിലെ തീവ്രവാദികൾക്ക് മാത്രം ആ ദുരന്തത്തിൽ പങ്കുചേരാൻ കഴിയുന്നില്ല. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, സ്ഥിരം എല്ലാവരും പറയാറുള്ളതും അത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം ഭീകരരെ എതിർക്കാൻ ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങൾക്ക് സാധിക്കാതാകുന്നത്? അതിലല്ലേ നിങ്ങളെയും ഭീകരവാദികളാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ഭീകരരുടെ ഇത്തരം രാജ്യവിരുദ്ധതകളെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റാതാകുന്നത്? ഉസാമ ബിൻ ലാദന് മയ്യത്ത് നമസ്കരിച്ചപ്പോൾ എന്തേ നിങ്ങൾ എതിർക്കാത്തത്? അഫ്സൽ ഗുരുവിന് വേണ്ടി തൊഴുതു നിന്നപ്പോൾ, അഫ്സൽ ഗുരുവിന് വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഇവിടെ പ്രാർത്ഥനയുമായി മുന്നോട്ട് പോയപ്പോൾ, യാക്കൂബ് മേമന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചപ്പോൾ, സദ്ദാം ഹുസൈനു വേണ്ടി ജയ് വിളിച്ചപ്പോൾ, അജ്മൽ കസബിന് വേണ്ടി കണ്ണീരൊഴുക്കിയപ്പോൾ എന്തേ നിങ്ങൾ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ, സക്കീർ നായിക്കിന് വേണ്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കിയപ്പോൾ, പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് വേണ്ടി പള്ളി മിമ്പറുകളിൽ ജുമുഅ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനകൾ മുഴങ്ങിയപ്പോൾ, താലിബാൻ വിസ്മയമാണെന്നും ഹമാസ് പോരാളികളാണെന്നും പറഞ്ഞപ്പോൾ, ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി ഹമാസ് ഭീകരന്റെ ചോരയ്ക്കു വേണ്ടി പ്രതികാരദാഹവുമായി ഇസ്രായേലിനെതിരെ മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയപ്പോൾ ഇവരെ തീവ്രവാദികൾ എന്ന് വിളിക്കാൻ നിങ്ങളുടെ നാവ് പൊങ്ങിയോ? ഇവർക്കെതിരെ ഒരു വാക്ക് കുറിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഓരോ മുസ്ലിം അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ഭീകരവാദത്തെ വളർത്തിക്കൊണ്ടുവരുവാണ്. ഓരോ മുസ്ലിമും ഈ തീവ്രവാദികൾക്ക്, ഈ ജിഹാദികൾക്ക് പല സന്ദർഭങ്ങളിലായി മൗനത്തിലൂടെ ഞങ്ങളും നിങ്ങളോടൊപ്പമാണ് എന്ന ആശയം തന്നെയല്ലേ പങ്കുവെച്ച് നൽകുന്നത്.
ബോധമുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവിതം ധന്യമായി. ഒരു ലേശമെങ്കിലും ഉളുപ്പുണ്ടോ? ഈ രാജ്യത്തല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? ഈ രാജ്യത്തിന്റെ പൗരത്വവും പേര്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചു, മതേതരത്വം അനുഭവിച്ച് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നന്ദികേടിന്റെ ഫലം അനുഭവിക്കാതെ നിങ്ങൾ പോകില്ല. ഇസ്മായിൽ ഹനിയ അസ്സലാം, അദ്ദേഹത്തിന് ഒരു സമാധാനം ഇന്നായിരിക്കട്ടെ. ജീവിച്ചിരുന്നപ്പോ എന്താണെങ്കിലും കിട്ടിയിട്ടില്ല. ഇല്ല ഇല്ല, മരിക്കുന്നില്ല. ഹമാസ് ഭീകരൻ മരിച്ചിട്ടില്ല എന്ന്, അയാൾ ഇവരിലൂടെ ജീവിക്കുവാണെന്ന്. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അതെ, ചോര വീണ മണ്ണിൽ നിന്നു, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാരുടെ പാട്ടാണെങ്കിലും 1000 ആളുകൾ ജനിക്കുക. ഹമാസ് ഭീകരർ, ഒരു ഹമാസ് ഭീകരന്റെ ജീവനാണ് ഇസ്രായേലിൽ തെറിപ്പിച്ചതെങ്കിൽ 1000 ഹമാസ് ഭീകരന്മാർ ഇസ്മായിൽ ഹനിയയ്ക്ക് വേണ്ടി കേരളത്തിൽ പിറവി കൊള്ളുന്നു എന്നാണ് മുദ്രാവാക്യം. ഈ ദുരന്ത കാലത്ത് ഹമാസ് ഭീകരന്റെ കൊലപാതകത്തില് ഇത്രമാത്രം ഖേദപ്രകടനമോ ഇവർക്ക്? ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിലൂടെ കേരളം കടന്നു പോകുക. ചൂരൽമല മുണ്ടക്കയിലായി 280 പേര് മരിച്ചു കഴിഞ്ഞു. എത്ര പേരെ കാണാതായി. കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIOക്കും യുവജന വിഭാഗമായ സോളിഡാരിറ്റിക്കുമൊക്കെ തിരക്ക്. 4000 കിലോമീറ്ററിനകലെ തെറിച്ചുപോയ ഹമാസ് ഭീകരന്റെ തലയ്ക്കു വേണ്ടി അനുശോചനം അറിയിക്കല. എങ്ങനെയുണ്ട്? ഈ കൊടും ഭീകരൻ കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിന്റെ ഹമാസ് ഭീകരർക്ക് പിടിച്ചില്ല അല്ലേ? വല്ലാത്ത വേദനയായി ഇവർക്കല്ലേ? ഈ പെരുമഴയെയും കാലാവസ്ഥ നൽകുന്ന മുന്നറിയിപ്പുകൾക്കനുസരിച്ച് കളക്ടർ നൽകിയ അലേർട്ടിനെയും ഒക്കെ ബ്രേക്ക് ചെയ്ത് പലയിടങ്ങളിലും ചെറുതും വലുതുമായ പ്രതിഷേധങ്ങൾ നടക്കുവാണ് ഇസ്രായേലിനെതിരെ. അപ്പിക്കുപ്പായക്കാരികളായ അനേകം സ്ത്രീകളുണ്ട് ഈ പ്രതിഷേധത്തിൽ. ഇസ്മായിൽ ഹനിയ സലാം, നിനക്ക് സമാധാനം. വിശുദ്ധ മണ്ണിൻ വിമോചനത്തിന് പോരാട്ടത്തിൻ പാതയിൽ മുന്നിൽ നയിച്ച നേതാവേ, ഒരുപാട് ഇസ്രായേലിയരുടെ ജീവനെടുത്ത് സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് ജൂതപ്പെണ്ണിന്റെ ശരീരം നമുക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് അനുയായികളെ പറഞ്ഞ് പഠിപ്പിച്ചവരെ ബലാത്കാരം ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ജൂത കുഞ്ഞിന്റെ തല ഇല്ലാതാക്കാനുള്ള കരുത്താണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് അനുയായികൾക്ക് സന്ദേശം നൽകി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ജൂത കുഞ്ഞുങ്ങളുടെ തല അറുത്തു മാറ്റുന്ന ഈ ഭീകരനെ, അത്തരം അനുയായികളെ വാർത്തെടുത്ത ഈ ഭീകരനു വേണ്ടി അവൻ അനുകൂലമായ മുദ്രാവാക്യങ്ങളുമായി വികാരഭരിതമായി പ്രകടനങ്ങൾ റോഡിൽ നടത്തുക. സോഷ്യൽ മീഡിയയിൽ മനുഷ്യരായിട്ടുള്ള ആളുകൾ ഇതിന് പ്രതിഷേധിക്കണം. കേരളവുമായി ഒരു ബന്ധവുമില്ലാത്ത, ലോകം ഭയക്കുന്ന ഒരു കൊടും ഭീകരൻ, പല രാജ്യങ്ങളും ഇസ്മായിൽ ഹനിയയുടെ തലയ്ക്ക് വില പറഞ്ഞ ഈ ഭീകരന്റെ തല തെറിച്ചപ്പോൾ കേരളത്തിൽ പ്രതിഷേധമോ? പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് ഇനിയും നിങ്ങൾക്ക് സംസാരിക്കണോ? ഇവരുടെ ആഗ്രഹവും ഇസ്ലാമിക രാഷ്ട്രമാണ്. നമ്മൾ ചിന്തിക്കണം, ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ്. ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി, മുസ്ലിങ്ങളെ ബാധിക്കുന്ന, ഇസ്ലാമിനെ ബാധിക്കുന്ന ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ വിഷയമാണ് എന്ന് തോന്നിപ്പിക്കാൻ ഇത്തരം മുസ്ലിം ഭീകരർക്ക് സാധിക്കുന്നുണ്ട്. ഉസാമ ബിൻ ലാദന് വരെ ഭീകരരുണ്ടാകുന്ന നാടാണിത്. മനസ്സിലായോ? ഹമാസ് ഭീകരന്റെ തല തെറിച്ചപ്പോൾ ഇവിടത്തെ ഹമാസ് സ്നേഹികൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. നെഞ്ചിലിടിച്ച് നിലവിളിയുമായി 1000-ലധികം ആളുകളുടെ മരണത്തിനിടയാക്കിയ ഒക്ടോബർ 7-ാം തീയതിയുള്ള ദുരന്തത്തിന്റെ ചാണക്യനായ ഹമാസ് ഭീകരന്റെ തല തെറിച്ചപ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇസ്രായേലിന്റെ ഒരുപാട് വധശ്രമങ്ങളെ അതിജീവിച്ച ഇസ്മായിൽ ഹനിയ ഇറാനിൽ കേറിയാണ് കൊല്ലപ്പെട്ടത്. ഇറാനിൽ കേറിയാണ് മൊസാദ് അലക്കിയത്. ഖത്തറിലെ സുരക്ഷിത കേന്ദ്രത്തിൽ നിന്നും പുറത്തിറങ്ങിയതോടെ മൊസാദ് ഹനിയയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരനാണ് ഇസ്മായിൽ ഹനിയ. ഗാസയിലെ മത തീവ്രവാദികളെ വളർത്തി ചാവേറുകളെ സൃഷ്ടിച്ച്
അവരെ കൊണ്ട് തന്നെ ജൂത സ്ത്രീകളെ ബലാത്കാരം ചെയ്യിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ കഴുത്തറുത്തു മാറ്റാൻ പ്രേരിപ്പിച്ച, ജൂത സമൂഹത്തെ മുഴുവനും മുടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഈ ഭീകരന്റെ തല തെറിപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു. ഒക്ടോബർ 7 തീയതി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി അരങ്ങേറിയ ഈ യുദ്ധത്തിന്റെ തുടക്കം കുറിച്ചവൻ ഈ ഭൂമിയോട് വിട പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ശതകോടീശ്വരനാണിവൻ, ഈ ഭീകരൻ. ജീവിതം ഇവൻ ആസ്വദിക്കുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ആസ്തിയുള്ള ഇസ്ലാമിക സംഘടനയാണ് ഹമാസ്. കാരണം ഒരുപാട് ലോകരാജ്യങ്ങൾ പാവങ്ങളാണ്, പലസ്തീൻ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി നൽകുന്ന ദാനം വെച്ച് പുട്ടടിക്കുമായിരുന്നു ഇവന്മാര്. ഇലനക്കി നായുടെ ചിറിനക്കി നായെന്ന് നമ്മുടെ നാട്ടിൽ പറയില്ലേ, അതുപോലെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ വിറങ്ങലിച്ച് നിൽക്കുവാണ് ഇപ്പോൾ ഇവര്. ഒടുവില് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഗാസക്കാര് ദുരിത ജീവിതം നയിക്കുമ്പോൾ അവരുടെ മൃതദേഹങ്ങൾ വരെ വിറ്റ് കോടീശ്വരനാകുകയായിരുന്നു ഈ ഹമാസ് നേതാക്കന്മാരൊക്കെ. അവര് ഖത്തറിലും ഇറാനിലും തുർക്കിയിലും ഒക്കെ സുഖകരമായ മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ലൈഫ് ആസ്വദിക്കുമായിരുന്നു. വേൾഡ് ടുഡേ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭീകരനു വേണ്ടി ഉളുപ്പില്ലാതെ അവന്റെയൊക്കെ കൊച്ചാപ്പമാര് മരിച്ചാൽ പോലും ഇങ്ങനെ കണ്ണീരിലാകില്ല ഇവര്. ആ രൂപത്തില് കണ്ണീരിലാണ്ട് ഇറങ്ങിയേക്കാണ് ഇവന്മാര്. മനസ്സിലായ? ഒരു നാടിന്റെ ദുഃഖത്തിൽ പോലും പങ്കുചേരാതെ ഏതോ നാട്ടിൽ കൊടിയ ഭീകരൻ മരിച്ചപ്പോൾ ആ ഭീകരന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ ഇവര്. അടുത്ത ഭീകരന്റെ തലയും ഏതാണ്ട് തെറിച്ചിട്ടുണ്ട്, അറിഞ്ഞില്ലേ? 9 ജീവനുകളുള്ള പൂച്ച എന്നാണ് ഈ മൊസാദിന്റെ കണ്ണിലെ കരടായ ഇസ്മായിൽ ഹനിയ അറിയപ്പെട്ടിരുന്നത്. കാരണം 9ഓളം തവണകളില് ഹമാസിന്റെ കയ്യിൽ നിന്ന് തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ട ആളാണ് ഈ ഇസ്മായിൽ ഹനിയ. അയാളെ ബിൻലാദൻ, ജൂനിയർ ബിൻലാദൻ എന്നാണ് വിളിക്കുന്നത്. അവന്റെ തലയെടുത്തു ഇസ്മായിൽ ഹനിയയുടെ. ഹമാസ് മുഴുവനും വിറങ്ങലിച്ചു നിൽക്കുന്നു. കേരള ഹമാസിന്റെ കണ്ണീര് പിന്നെ പറയാനും ഇല്ലല്ലോ. ഈ സമയത്ത് ഇറാൻ ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് ഞങ്ങൾ പ്രതികാരം ചോദിക്കുമെന്ന് പറയുന്നു. ഈ സമയത്ത് അടുത്ത കൊടും ഭീകരനായ മുഹമ്മദ് ദെയ്ഫിന്റെ ജീവനും കൂടി അങ്ങ് എടുത്തു ഇസ്രായേൽ. ഒരുമിച്ച് നിങ്ങൾ പ്രതികാരം ചോദിച്ചോളാൻ പറഞ്ഞു. ഹമാസ് കമാൻഡറാണ് മുഹമ്മദ് ദെയ്ഫ്. പല സാഹചര്യങ്ങളിലും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ആദ്യം ഒരു കൈ, പിന്നൊരു കാല്, പിന്നൊരു കണ്ണ്, പിന്നെ 2 കാലുകളും 2 കൈയും 1 കണ്ണും പോയി. ഷിഹാബെ, ഇടയ്ക്കിടയ്ക്ക് ഖുർആനും ഹദീസും ഒക്കെ ഒന്ന് വായിച്ചു നോക്കണേടാ. പരിഭാഷ നോക്കിയാൽ മതി. ഫോണിൽ, ആൻഡ്രോയിഡ് ഫോണിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇസ്ലാം ഒരിക്കലും ആരെയും ആക്രമിക്കാൻ പറയുന്നില്ല. ആക്രമിക്കാൻ മാത്രം പറയുന്നൊരു പുസ്തകമാടാ ഖുർആൻ. ഇടയ്ക്കിടന്ന് വായിച്ചു നോക്കിയാൽ, ഇടയ്ക്ക് ഖുർആൻ പരിഭാഷകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അല്ലെങ്കിൽ യുദ്ധം എന്നൊന്ന് അടിച്ചു നോക്കിയാൽ മതി, കിട്ടും. അതല്ലേ ചോദിക്കുന്നത്. ഇസ്മായിൽ ഹനിയ 72 ഹൂറികളുമായി, വളയാത്ത ലിംഗവുമായി കമിഴ്ന്നു കിടക്കാൻ പോലും പറ്റാതെ ജീവിതം ആർമാദിക്കുമ്പോൾ ഇവിടെയുള്ള കുറെ കാക്കാമാർക്ക് ദുഃഖം. എന്തിനാണ്? ഇവനൊന്നും പോകാൻ പറ്റിയില്ല എന്നാണ്. പൊട്ടിത്തെറിച്ചിട്ട് പൊയ്ക്കൂടെ ഹൂറികൾക്ക് പണിയുണ്ടാക്കാൻ വേണ്ടിയിട്ട്? നിനക്കൊക്കെ കുരുക്കൾ പൊട്ടുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇസ്മായിൽ ഹനിയെ തോണ്ടാമെന്ന് വിചാരിച്ചത്. നിന്റെയൊക്കെ കുരുക്കൾ പൊട്ടിക്കാൻ വേണ്ടി തന്നെയാണ്. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വെളിവ് വെച്ചാൽ കഴിഞ്ഞില്ലേ കാര്യം. ഈ മുഹമ്മദ് ദെയ്ഫ് എന്ന് പറയുന്ന കൊടും ഭീകരനെ പല സന്ദർഭങ്ങളിലായി ഇസ്രായേലി ഇഞ്ചിഞ്ചായി കൊന്ന വ്യക്തിയാണ്. ഇപ്പോൾ മുഴുവനും ജീവനങ്ങെടുത്തു. കയ്യും കാലും ഇല്ലാതെ, ഒരു കണ്ണുമില്ലാതെ വീൽ ചെയറിൽ ഇരുന്നിട്ടായിരുന്നു ഇവൻ ഇപ്പോഴത്തെ ഓപ്പറേഷനൊക്കെ നടത്തിയത്.
ഇപ്പോ വലിയ ഒരു തിരിച്ചടിയായിട്ടാണ് മുഹമ്മദ് ദെയ്ഫിന്റെ കൊലപാതകത്തെ ഇവർ കാണുന്നത്, ഹമാസ് കാണുന്നത്. ജൂലൈ 13 തന്നെ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സൈനിക കമാൻഡറായി മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുന്നത്. ഇന്റലിജൻസിന്റെ വിവരങ്ങളെ തുടർന്ന് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ജൂലൈ 13 ഖാൻ യൂനിസിൽ ആക്രമണം നടത്തിയിരുന്നു. അതിലെ ദെയ്ഫും കൊല്ലപ്പെട്ടു. ഇത് തൽക്കാലം ഇസ്രായേൽ മറച്ചുവെച്ചതാണ്. ഇസ്മായിൽ ഹനിയെ കൂടി കൊന്നിട്ട് ഉറപ്പുവരുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഹമാസ് ഇതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചില്ല. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ പുതിയ പ്രഖ്യാപനം വന്നു. ദെയ്ഫും കൊല്ലപ്പെട്ടിട്ടുണ്ട് കേട്ടോ, അടുത്ത ആളെ നോക്കിക്കോളാൻ. അടുത്ത നേതാവ് വേണ്ടേ? ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രം ഈ മുഹമ്മദ് ദെയ്ഫ് എന്ന മാംസപിണ്ഡമാണ്. ഹമാസിന്റെ തുരങ്ക ശൃംഖലകളും സ്ഫോടക വസ്തുക്കളും വികസിപ്പിക്കുന്നതിലും മുഹമ്മദ് ദെയ്ഫ് ആണ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നത്. ഇതിനു മുമ്പ് പല തവണയും മുഹമ്മദ് ദെയ്ഫിനെ കൊലപ്പെടുത്തിയതായി അവകാശവാദം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദെയ്ഫ് കൊല്ലപ്പെട്ടപ്പോൾ മൃതശരീരം ഉൾപ്പെടെ പ്രദർശിപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽഖസം ബ്രിഗേഡ്സിന്റെ തലവനായ മുഹമ്മദ് ദെയ്ഫിനെ കൊന്നിട്ട് മറച്ചുവെച്ചത്. ഇസ്രായേലിന്റെ കുറ്റവാളി പട്ടികയിലെ ഒന്നാമനായിരുന്നു ദെയ്ഫ്. ഇയാളെ വധിക്കാൻ 7 തവണയാണ് ഇസ്രായേൽ ശ്രമിച്ചത്. ഏറ്റവും ഒടുവിലത്തെ വധശ്രമം 2021 അതിനെയും ദെയ്ഫ് അതിജീവിച്ചു. ദെയ്ഫ് ഒരിക്കലും പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. കയ്യും കാലും കണ്ണും ഇല്ലല്ലോ, ഒരു കണ്ണില്ല. 3 ചിത്രങ്ങൾ മാത്രമാണ് ദെയ്ഫിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഒന്നൊരു നിഴൽ ചിത്രം, മറ്റൊന്ന് പ്രായം 20കളിലായിരുന്ന സമയത്തുള്ളൊരു ചിത്രം, വേറൊന്ന് മുഖം മറച്ചതാണ്. ഹനിയയുടെ കൊലപാതകത്തിൽ ആകെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇറാനാണല്ലോ ഇവിടെ തോറ്റുപോകുന്നത്. രക്തസാക്ഷിത്വം അദ്ദേഹം ആഗ്രഹിച്ചതാണെന്നാണ് ഇപ്പൊ പറയുന്നത്. ശരി, ഇനിയിപ്പോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? മരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും ഇസ്രായേലിനെ നശിപ്പിച്ചിട്ടേ താൻ മരിക്കൂ എന്നാണ് ഇസ്മായിൽ ഹനിയ പറഞ്ഞതെന്നും ഇനിയും പറയാൻ പറ്റുമോ? ഇസ്രായേലിന്റെ കൈകൊണ്ട് തന്നെ ഇവമാരൊക്കെ തീരുമെന്നുള്ളത് നെതന്യാഹു നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഓരോ ഭീകരന്റെയും ജീവൻ എടുക്കുമ്പോഴൊക്കെ ഇസ്രായേൽ പരസ്യ പ്രഖ്യാപനം നടത്തുകയോ അമിതമായി ആഹ്ലാദിച്ചു മുന്നോട്ട് വരികയോ ചെയ്തിട്ടില്ല. കാരണം ഇത് ലോക സമാധാനത്തിന്റെ അനിവാര്യതയാണ് എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു. ദെയ്ഫ് എവിടെയാണെന്നത് അജ്ഞാതമായിരുന്നു ഇസ്രായേലിന്. ഇത്രയും കാലം അവൻ ഒളിച്ചാണ് ജീവിച്ചിരുന്നത്. ഗാസയിലെ പല തുരങ്കങ്ങളിൽ ഒന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകുമെന്നാണ് ഇസ്രായേൽ വിചാരിച്ചത്. 1965 ഖാൻ യൂനിസില് അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു മുഹമ്മദ് ദെയ്ഫ് ജനിച്ചത്. യഥാർത്ഥ പേര് മുഹമ്മദ് മസ്രി എന്നാണ്. 1987 ആദ്യ പലസ്തീൻ വിപ്ലവത്തിന്റെ സമയത്താണ് ദെയ്ഫ് ഹമാസിലെത്തുന്നത്. അങ്ങനെയാണ് ഹമാസുമായിട്ട് ഇയാൾക്കൊരു ബന്ധമുണ്ടാകുന്നത്. 89 ഇസ്രായേൽ ഇയാളെ പിടിച്ചു, 16 മാസം തടവിലാക്കി. അന്ന് കൊന്നില്ല. ഗാസയിലെ ഇസ്ലാമിക സർവകലാശാലയിൽ നിന്ന് ശാസ്ത്രത്തിൽ ബിരുദം നേടി. സർവകലാശാലയുടെ വിനോദ സമിതിയുടെ ചുമതല ഇയാൾക്കായിരുന്നു. ഹാസ്യ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗാസയിലെ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നതിനും ബോംബുകൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ തല ദെയ്ഫിൻ്റെതായിരുന്നു. ഇസ്രായേലിന്റെ വധശ്രമങ്ങളിൽ ദെയ്ഫിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു, ഒരു കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇത് ഹമാസിന്റെ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2014 ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇയാളുടെ ഭാര്യയും 7 മാസം പ്രായമുള്ള മകനും 3 വയസ്സുള്ള മകളും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ അവരെയൊക്കെ കൊന്നു. 9 ജീവനുകളുള്ള പൂച്ച എന്ന് ഇയാളെ പറയാനുള്ള കാരണം അതാണ്. ഇസ്മായിൽ ഹനിയയെ ബിൻ ലാദൻ എന്നും അയാളെയും അങ്ങനെ തന്നെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. എല്ലാവർക്കും ഓരോ പേരുകൾ നൽകിയിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ. 1995 മുതൽ ഇസ്രായേലിന്റെ കുറ്റവാളി പട്ടികയിലുള്ള 1ാം സ്ഥാനത്തുള്ള ദെയ്ഫിനെ ഇല്ലാതാക്കണം എന്ന് മൊസാദ് തീർപ്പ് കൽപ്പിച്ചു. 7 തവണ ശ്രമിച്ചു. മൊസാദിന്റെ പരിശ്രമങ്ങളെ ഒക്കെ ഇല്ലാതാക്കി ഓരോ തവണയും തലനാരിഴയ്ക്ക് ഇവൻ രക്ഷപ്പെട്ടു. ഇസ്രായേലിന്റെ 5 വ്യോമാക്രമണങ്ങളെയാണ് ദെയ്ഫ് അതിജീവിച്ചത്. 2002 സെപ്റ്റംബർ 27 നടന്ന ആക്രമണത്തിൽ ദെയ്ഫ് കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് വന്നു. അതിന് പിന്നാലെ വീണ്ടും ഞാനിതാ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു. ഇസ്രായേൽ സൈന്യം തന്നെ അത് സ്ഥിരീകരിച്ചു. അന്നത്തെ ആക്രമണത്തിലാണ് ദെയ്ഫിന് ഒരു കണ്ണു പോകുന്നത്. പിന്നീട് 2004 ഒക്ടോബർ 21 രണ്ടാമത്തെ വധശ്രമം കൈപ്പത്തിയറ്റു. അതിനെയും അതിജീവിച്ചു. അന്നത്തെ ആക്രമണത്തിൽ കൂട്ടാളി അദ്നാൻ അൽഖോൾ കൊല്ലപ്പെട്ടു.
2006 ജൂലൈ 12 മുതിർന്ന ഹമാസ് നേതാക്കൾ യോഗം ചേർന്ന വീടിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി, ബോംബിട്ടു. ഇസ്രായേൽ സൈന്യത്തെ ആശങ്കയിലാക്കി. അതിൽ നിന്നും ദെയ്ഫ് രക്ഷപ്പെട്ടു. പക്ഷെ അന്ന് നട്ടെല്ലിന് ഗുരുതരമായ പരിക്കുകളേറ്റു. ഇതോടെ ശരീരം തളർന്ന ഇയാള് ചക്രകസേരയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കൈ പോയി, കാല് പോയി, നട്ടെല്ല് തകർന്നു, കണ്ണു പോയി, എന്നിട്ടും പരാജയപ്പെടുന്നില്ല. ജൂത വിരോധം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം ഉൽപ്പാദിപ്പിച്ച അന്യമത വിരോധമായിരുന്നു ഇവന്റെ സിരയിലൂടെ ഒഴുകിയിരുന്നത്. അങ്ങനെ അതിന് പിന്നാലെ അൽഖസം ബ്രിഗേഡ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതായി. പിന്നെ അഹമ്മദ് ജബരി എന്ന ആളെ ഏൽപ്പിച്ചിട്ട് ഇയാൾ തൽക്കാലം ആ സ്ഥാനം മാത്രം വിരമിച്ചു. 8 വർഷങ്ങൾ കഴിഞ്ഞു. ദെയ്ഫിനെ ഇല്ലാതാക്കാൻ ഇസ്രായേല് ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഗാസയിലെ ഷെയ്ഖ് റദ്വാന് സമീപമുള്ള ഒരു വീട് ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ചു. 2014 ഓഗസ്റ്റ് 19 നടന്ന ആക്രമണത്തിൽ ദെയ്ഫിന്റെ ഭാര്യ വിദാദ സ്ഫൗറ, 3 വയസ്സുള്ള മകൾ സോറ, 7 മാസം പ്രായമുള്ള മകൻ അലി, ഇവരൊക്കെ കൊല്ലപ്പെട്ടു. എന്നിട്ടും ഇവൻ പരാജയപ്പെട്ടില്ല. അത് കഴിഞ്ഞ് 2015 ഏപ്രിലിൽ നടന്ന വധശ്രമത്തിൽ നിന്നും ദെയ്ഫ് രക്ഷപ്പെട്ടു. 2021 ഏറ്റവും ഒടുവിൽ ഒരു ശ്രമം, ഓപ്പറേഷൻ ഗാർഡിയൻസ് ഓഫ് വേൾഡ്സ്. ഈ ദൗത്യത്തില് മെയ് മാസത്തില് 11 ദിവസത്തിനിടയിൽ 2 തവണ ദെയ്ഫിനെ കൊല്ലാൻ ഇസ്രായേൽ ശ്രമിച്ചു. അതും പരാജയപ്പെട്ടു. തുടരെ 7 വധശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതോടെ ദെയ്ഫിന് ഒരു ഓമന പേര് വീണു, 9 ജീവനുകളുള്ള പൂച്ച. രക്ഷപ്പെട്ട് ഓടുവല്ലേ ഓരോ ഭാഗത്ത് നിന്നും. ഇങ്ങനെ ഓരോ സമയത്തും രക്ഷപ്പെട്ട് പോകുമ്പോഴും ഇസ്രായേൽ പറഞ്ഞിരുന്നു, അവസാനം ഞങ്ങളുടെ കയ്യിൽ തന്നെ, അവസാനം ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ നീ തീരും എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഈ മത തീവ്രവാദ സംഘടനകളെ, ഈ മതഭീകരനെ കൊന്നപ്പോൾ അവരെ പ്രീണിപ്പിക്കാനും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഈ സംഘടനകളും ആ സംഘടനയും തമ്മിൽ എന്താണ് ബന്ധം? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ നാട്ടിലില്ലേ ഇത്തരം ഭീകരവാദികള്? ഉണ്ടല്ലോ. നിരോധിക്കപ്പെട്ട സിമി എന്ന തീവ്രവാദ സംഘടനയെ അറിയാമോ? അതിന്റെ മുൻ പ്രവർത്തകനും സ്വർണ്ണക്കടത്തിൽ ആരോപണ വിധേയനുമാണ് ജയിലിൽ കേട്ടി. ഇസ്ലാമിക രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകൾ പാതി വഴിയിൽ വെച്ച് മതേതരത്വത്തിന്റെ മുഖമൂടിയെടുത്തണിഞ്ഞു. ഇടത് മുന്നണിയിൽ നുഴഞ്ഞു കയറി. എല്ലാ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നമുക്ക് പറ്റിയ നാട് ഇതാണെന്നും അതിന് പറ്റിയ രൂപത്തിലുള്ള സംഘടനകളും ഈ നാട്ടിലുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഇവരൊക്കെയാണ് കേരളത്തിലെ ക്രൈസ്തവരെയും ഹൈന്ദവരെയും ഉപദേശിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങളിൽ സ്വർണം കടത്തുക, ഖുർആനിലൂടെ സ്വർണം കടത്തുക, സംസം വെള്ളത്തിനകത്തൂടെ സ്വർണം കടത്തുക, ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തുക. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരു മലയാളിക്കും ഇതൊക്കെ ഇന്നറിയാം. ദിവസവും കരിപ്പൂർ എയർപോർട്ടിൽ പിടിക്കുന്ന സ്വർണം എത്ര? ഇതൊക്കെ ഭീകരരാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തീവ്രവാദത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വെറുതെയല്ല ഈ മഴയും കാറ്റും വെയിലും മലയും ഒന്നും പരിഗണിക്കാതെ ഹമാസ് ഭീകരന്റെ ചോരയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവരിറങ്ങിയിട്ടുള്ളത്. ഇവരെയൊക്കെ കൃത്യമായിട്ട് ദേശവിരുദ്ധരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ നാട്ടിൽ നട്ടലുള്ള സർക്കാരില്ല. നമ്മളെ പലപ്പോഴും പ്രതികരിക്കേണ്ടുന്ന സമയത്ത് പ്രതികരിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇവർ ഇത്രയും വളരുന്നത്. ഇനിയും ചില മുൻകരുതലുകൾ മാത്രമേ എടുക്കാനുള്ളൂ. കേരളത്തിലെ ഇടതു വലതു മുന്നണിയിൽ ഇവർ സെക്യുലർ പാർട്ടി എന്നാണല്ലോ അവകാശപ്പെടുന്നത്. ഇതിനകത്ത് നുഴഞ്ഞു കയറി ഓരോരോ സ്ഥാനങ്ങൾ നേടിയെടുത്ത് സ്വന്തം സമുദായത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളുടെ ഏത് തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഏത് രൂപത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും മനസ്സിലാക്കി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും അവരെ സഹായിക്കാനും കരുത്തരായി ഇവർ ഈ കേരളക്കരയിൽ വളർന്നു വരുവാണ്. നമുക്കിത് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുന്നതായിരിക്കും. കാശ്മീരിൽ ആക്രമണം നടത്തുന്നത് ആരാ? പാകിസ്ഥാൻ തീവ്രവാദികള്.
അൽ കേരള സഭയിൽ ആരെങ്കിലും പറയുമോ അത് അവസാനിപ്പിക്കണമെന്ന്? പലസ്തീനിലാകുമ്പോൾ ഹമാസ് തീവ്രവാദികളെ പിന്താങ്ങും. ഏതെങ്കിലും ഹമാസ് ഭീകരൻ ചത്തുപോയാൽ അവന്റെ ചോരയ്ക്ക് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേരളക്കരയിൽ വയനാട്ടിൽ ഇറങ്ങും കുറെ എണ്ണം. ഹമാസ് തീവ്രവാദികളെ പിന്താങ്ങും ഇവരെ. പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ പിന്താങ്ങും. SDPI ഭീകരരെയും സിമിയെയും NDF-നെയും ഒക്കെ വളർത്തിക്കൊണ്ടുവരും. ഇവിടെയുള്ള ഹമാസോളികളെ സുഖിപ്പിച്ചാൽ മാത്രമേ ഈ സെക്യുലർ പാർട്ടികൾക്ക് ഇവിടെ വോട്ട് ബാങ്ക് കിട്ടൂ. അതുകൊണ്ട് ഇവരുടെ കക്ഷി രാഷ്ട്രീയത്തെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഇനിയും ഇവർ വോട്ട് മാത്രം ലക്ഷ്യം വെച്ച് മുസ്ലിം പ്രീണനം തുടർന്നാൽ സെക്യുലർ പാർട്ടികളുടെ പതനം നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും. സെക്യുലർ പാർട്ടികളുടെ വോട്ട് ആർക്കാ? ആരാ അവരുടെ വോട്ട്? ഹൈന്ദവരും ക്രൈസ്തവരും തന്നെ. ഇസ്ലാം മത വിശ്വാസികളിൽ നിന്ന് കാന്തപുരം സുന്നികളിലെ നല്ലൊരു വിഭാഗം ലീഗ് വിരുദ്ധർ ഉണ്ട്. കാലങ്ങളായിട്ട് നമുക്കറിയാം. ഒരു പ്രീണനവും ഇല്ലാതെ തന്നെ ആ വോട്ടുകൾ ഇനി ആർക്കാണ് കിട്ടുന്നത് എന്ന് ആലോചിച്ചാൽ മതി. ഹൈന്ദവ വോട്ടുകൾ ഇടതിൽ നിന്ന് BJP-യിലേക്ക് പോകുന്നത് ഇനി നമുക്ക് കാണാൻ പറ്റും. മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കണോ? അങ്ങനെയെങ്കിലും മുസ്ലിം പ്രീണനം പിടിച്ചു നിൽക്കണോ? ലീഗുകാരുടെ ചോദ്യമാണ്. മുസ്ലിം വിരുദ്ധ വികാരം അടക്കാനുള്ള ഒരു മുസ്ലിം ലീഗ് CPM അടവ് നയം നമ്മുടെ നാട്ടിൽ വളർന്നു വരുവാണ്. കേരളത്തിലെ മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഇതറിയാത്ത മുഖ്യമന്ത്രി പിണറായി ആരോ എഴുതി കൊടുക്കുന്നത് വന്ന് വായിക്കുന്നു. കേരളത്തിലെ ഭരണഘടനാ വിരുദ്ധമായി മതത്തിന്റെ പേരിൽ, അതായത് ഇസ്ലാം മതത്തിന് വേണ്ടി മാത്രം ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് മദ്രസ അധ്യാപകരായ ആളുകൾക്ക് പരമാവധി 7500 രൂപ വരെ പെൻഷനുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ മുസ്ലിമായ മദ്രസ അധ്യാപകർക്കും കേരള സർക്കാർ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. ഭരണഘടനാ വിരുദ്ധമല്ലേ ഇത്? ഈ ഏർപ്പാടിനെ കോടതിയിൽ ആര് ചോദ്യം ചെയ്യും? പിണറായി വിജയൻ പൊട്ടനായതുകൊണ്ടല്ല ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടേ? അധികാര കസേരയിൽ അമർന്നിരിക്കുന്നതിന് വേണ്ടി മാത്രം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് കേരളം അവർക്കിനി തീരെഴുതി കൊടുക്കുമോ എന്ന് പോലും നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കേരളത്തെ ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നാട് മുഴുവനും മരണപ്പെട്ടു പോയ മണ്ണിനടിയിൽ ഇനി മനുഷ്യജീവനുകൾ ഉണ്ടോ എന്നറിയാതെ വിലപിക്കുന്ന മനുഷ്യർ. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഇന്നലെ ഉറങ്ങാൻ കിടന്നു, ഇന്ന് മരണപ്പെട്ടു പുഴയിൽ ഒഴുകുന്നു. അതിൽ നിന്നും കച്ചിത്തുരുമ്പിൽ കയറി വന്ന് ജീവിതം കരുപിടിപ്പിക്കുന്ന ആളുകൾ അവരിനും പൂർവസ്ഥിതിയിലേക്കാകുമോ എന്നറിയില്ല. അവർക്ക് നേരിട്ട മെന്റൽ ട്രോമയുണ്ടല്ലോ, അതിൽ നിന്നും അവരിനും ഏത് കാലത്താണ് രക്ഷപ്പെടുന്നത്? ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടുന്ന സിനിമയല്ല ഇത്. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ അവരുടെ വേദനകളിൽ പങ്കുചേർന്ന് നിൽക്കുമ്പോൾ 72 ഹൂറികളുമായി സ്കലിക്കാത്ത വളയാത്ത കമ്പിലിംഗവുമായി നിൽക്കുന്ന ഇസ്മായിൽ ഹനിയയെ ഓർത്ത് കേരളത്തിന്റെ ഹമാസ് ഘടകം പൊട്ടിക്കരയുന്നു. മരിച്ചാലും നമുക്ക് നല്ലതല്ലേ? ഹൂറികൾക്കിനിയും ഒതുങ്ങിക്കൂടി ചിപ്പിക്കകത്തും മുത്തിനകത്തും ഒന്നും ഇരിക്കണ്ടല്ലോ. അവളുമാരുടെ പണി തുടങ്ങാമല്ലോ. ഇസ്മായിൽ ഹനിയാണെങ്കിലോ ഇസ്രായേലിന്റെ കൈകൊണ്ട് ചാവാൻ തന്നെ പ്രതിജ്ഞ എടുത്തവനാണ്. അവനെ കൊല്ലുമെന്ന് നേരത്തെ തന്നെ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവൻ ചത്തുപോയി. അവന്റെ തല ഇസ്രായേൽ പുഷ്പം പറിക്കുന്ന ലാഘവത്തോടെ പറിച്ചുകൊണ്ടുപോയി. ഇവിടെ ചില ആളുകൾക്ക് തീരെ അങ്ങോട്ട് സഹിക്കുന്നില്ല. വയനാടിന് ഇതിനേക്കാട്ടിൽ വലിയ ദുരന്തം നടന്നാൽ എന്ത്? നമുക്കതൊന്നും വിഷയമല്ല. നമ്മുടെ വിഷയം ഹമാസ് ഭീകരന്റെ ചോരയാണ്. ഷഹീനെ, എന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് നീയൊക്കെ പോയി ബാക്കി കൂടെ വെട്ടടാ പൊന്നാനി, പോയി പോടാ. ഒരു നാട് മുഴുവനും വിറങ്ങലിച്ച് ദുരന്തത്തിൽ അകപ്പെട്ട് നിൽക്കുമ്പോൾ 4000 കിലോമീറ്ററിനകലെ ഹമാസ് ഭീകരന്റെ ചോരയ്ക്ക് പ്രതികാരം ചെയ്യാൻ ഒരു സംഘം ആളുകൾ ഇറങ്ങിയതിനെ പ്രതികരിച്ച ഞാൻ ഏതാണെന്നോ നീ പറയുന്നത്? അടുത്തവനും പോയടാ ഇസ്മായിൽ ഹനിയയ്ക്ക് പിന്നാലെ. ഒരു മാംസകഷ്ണം ഉണ്ടായിരുന്നു, മുഹമ്മദ് ദൈഫ്, അവനും പോയടാ. ചെല്ലടാ. അർഷാദെ, നിന്നെ എന്താടാ ഛർദിച്ചിട്ടതാടാ? ഒന്നും എന്നെ കൊണ്ട് ചോദിക്കരുത് അലവലാദികളെ. നിന്നെയൊക്കെ ഉണ്ടല്ലോ രാജ്യവിരുദ്ധരായി ദേശദ്രോഹികളായി പ്രഖ്യാപിക്കുന്ന ഒരു ദിവസം വരും.
അതിനുവേണ്ടി കാത്തിരിക്കാം. നന്ദി.